पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിലെ 2-ാമത്തെ അധ്യായം, ഗീതാ വിഷയ സംഗ്രഹം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അർജുനന് വിവരിച്ചു കൊടുക്കുകയാണ്. ആത്മാവിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് അർജുനന് വിലാപമുണ്ടായത്. അർജുനൻ ദുഃഖിക്കുന്നത് ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ശരീരബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അർജുനന് ദുഃഖം. ആത്മാവിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈ വിലാപത്തിന്റെ ഒന്നുമില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആത്മാവിനെ കുറിച്ചുള്ള തത്വം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല രീതിയിൽ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജീവാത്മാവും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതാണ്. അത് നിത്യനാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം ഹതം വിനാശം അവ്യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ആർക്കും അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. 23-ാമത്തെ ശ്ലോകത്തിൽ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുഃ. നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെയുള്ള 5 വസ്തുക്കൾ. ഈ 5 വസ്തുക്കൾക്കും ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്ര നൈനം ദഹതി പാവകഃ. ജീവാത്മാവിനെ അഗ്നിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അഗ്നിയിൽ ശരീരം ദഹിച്ചു പോകും, ശരീരം കത്തി ചാമ്പലായി പോകും അല്ലെ. അപ്പോൾ അഗ്നിയിൽ നമ്മൾക്ക് ഈ ശരീരത്തോടു കൂടി പ്രവേശിക്കാൻ സാധിക്കില്ല. ശരീരത്തോടു കൂടി പ്രവേശിക്കുന്ന സമയത്ത് ശരീരം നശിച്ചു പോകും. അതുകൊണ്ട് ആരും അഗ്നിയിലേക്ക് പോകാറില്ല. പക്ഷെ ശരീരം നശിച്ചാലും ആ ജീവനൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അദാഹ്യോയം, ഇത് ദഹിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുവല്ല. ദഹിപ്പിക്കുന്നത് എന്താണ്? ആ ഭൗതിക ശരീരമാണ് ദഹിപ്പിക്കുന്നത്. ജീവൻ അദാഹ്യനാണ്. അദാഹ്യോയം നൈനം ദഹതി പാവക. അഗ്നിക്ക് ജീവനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ഭൗതിക വസ്തുക്കളെക്കാളും ഉയർന്നതാണ് ഈ ജീവാത്മാവ് എന്നാണ് ഭഗവാൻ പറയുന്നത്. 7-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ജീവാത്മാവിനെ ഉയർന്ന ശക്തിയായിട്ട് പറയുന്നുണ്ട് അല്ലെ. 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയമേ ഭിന്നാ പ്രകൃതി അഷ്ടത അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യതേ ജഗത്. ഇങ്ങനെ 2 പ്രകൃതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ 2 തരം ശക്തികൾ. അതിൽ ഈ ഭൗതിക ശക്തി, പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരം, അങ്ങനെ 8 വസ്തുക്കളെ കുറിച്ച് ഭഗവാൻ പറയുന്ന 8 വസ്തുക്കൾ. അഷ്ടത, ഭിന്നാ പ്രകൃതി അഷ്ടത.
ആ ഭിന്നാപ്രകൃതി, ആ 8 വസ്തുക്കളും താഴ്ന്ന ശക്തികളാണ്, താഴ്ന്ന ഊർജങ്ങളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ശക്തി തന്നെയാണ്, പക്ഷെ അത് ഭിന്നാപ്രകൃതി, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന താഴ്ന്ന തരം ശക്തിയാണ് ഭഗവാൻ പറഞ്ഞത്. അതിനേക്കാൾ ഉയർന്നതാണ് ജീവാത്മാവ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജീവാത്മാവും ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപരേമിതസ്തുന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. 7-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണെന്നാണ് വിചാരിക്കുന്നത്. അപരേമിതസ്തുന്യാം 7.5 7-ാമത്തെ അധ്യായത്തിൽ 4-5 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ 2 ശക്തികളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെയും ഭഗവാൻ ഈ ഭൗതിക ശക്തി, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം താഴ്ന്ന ശക്തിയായിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? ആ താഴ്ന്ന ശക്തികൾക്കൊന്നും ഈ ഉയർന്ന ശക്തിയായിട്ടുള്ള ജീവാത്മാവിനെ, ജീവഭൂതാം മഹാബാഹോ അപരേമിതസ്തുന്യാം പ്രകൃതിം വിദ്ധി മേ പരാം. പരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നത്, ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. ഉയർന്നു നിൽക്കുന്നത് ആരാണ്? ജീവഭൂതാം മഹാബാഹോ, ജീവാത്മാക്കൾ. ജീവാത്മാക്കൾ ഉയർന്ന ശക്തിയാണ്. അങ്ങനെ പറയാൻ എന്താണ് കാരണം? ഈ ഭൗതിക ശക്തിക്ക് ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭൗതിക ശക്തിക്ക്, ഈ പഞ്ചഭൂതങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും ഒന്നും ഈ ജീവാത്മാവിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ആ ജീവാത്മാവിനെ അവിടെ ഉയർന്ന ശക്തിയായിട്ട് എടുത്തു പറയുന്നുണ്ട്. പ്രകൃതി വിദ്യമേ പരാം, ഉയർന്നതാണ്. അപരയം ഇതസ്തുന്യം, അപരയം താഴ്ന്നതാണ്. ഏത്? ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 8 വസ്തുക്കളും താഴ്ന്ന ശക്തികളാണ് എന്ന് പറയും. അപ്പോൾ ജീവാത്മാവ് ഉയർന്ന ശക്തിയാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇവിടെയും ഭഗവാൻ പറയുന്നു, ഈ പഞ്ചഭൂതങ്ങൾക്ക്, ഭൗതിക ലോകത്തിലുള്ള ശക്തികൾക്കൊന്നിനും തന്നെ, അഗ്നിയായാലും ജലമായാലും വായുവായാലും ഭൂമിയായാലും ആകാശമായാലും, ഇതിനൊന്നിനും തന്നെ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാഹോ ന ശോഷയതി മാരുത. ഈ വസ്തുക്കൾക്കൊന്നും ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തിനെയാണ്? ശരീരത്തിനെയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ശരീരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകും, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ അഗ്നിയിൽ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ കാറ്റിന്റെ ശക്തി കൊണ്ട് ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാം. ഇതൊക്കെ സംഭവിക്കുന്നത് ശരീരത്തിനാണ്. ആ ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 24-ാമത്തെ ശ്ലോകത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ ഏവച്ച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. ജീവാത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 24-ാമത്തെ ശ്ലോകം അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാണു അച്യുതോയം സനാതന. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവയാനി മാതാജി വായിച്ചു. അച്ഛോദ്യോ അയം അദ്യാഹോ അയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗതാസ്ഥാണു രജലോ അയം സനാതന. ഹരേ കൃഷ്ണ. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണെന്നും അത് അപ്രകാരം ശാശ്വതമായി
മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ നിശ്ചയമായും തെളിയിക്കുന്നു. അദ്വൈതവാദത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷന്റെ കൃഷ്ണന്റെ ജ്യോതി പ്രസരണത്തിൽ ഒരു ആത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിനു വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. സർവഗത സർവവ്യാപി എന്ന വിശേഷണം അർത്ഥപൂർണമാണ്. ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവകണങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും തീയിൽ പോലും അവ ജീവിക്കുന്നു. അഗ്നി കൊണ്ട് അണുപ്രാണികളെ നശിപ്പിക്കാമെന്ന വിശ്വാസം അംഗീകരിക്കാനാവില്ല. എന്തെന്നാൽ ആത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെടില്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് സൗരഗ്രഹത്തിലും അവിടെ ജീവിക്കാനുതകുന്ന ശരീരഘടനകളോട് കൂടിയ ആത്മാക്കൾ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. സൗരമണ്ഡലത്തിൽ ജീവജാലങ്ങളില്ല എന്ന് വരികിൽ സർവഗത എന്ന പദപ്രയോഗം അർത്ഥശൂന്യമാണെന്ന് വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ദേവയാനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ജീവാത്മാവിന്റെ വളരെ വിശേഷപ്പെട്ട പ്രത്യേകതകളിലെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അച്ഛേദ്യോയം എന്നാണ് പറയുന്നത്. ഇതിനെ ഛേദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവിനെ ഒരിക്കലും ഛേദിക്കാൻ സാധിക്കുകയില്ല, അതായത് മുറിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു, നൈനം ചിന്തന്തി ശസ്ത്രാണി, ആയുധങ്ങൾ കൊണ്ട് ഇതിനെ മുറിക്കാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഭഗവാൻ പറയാണ്, ഈ ജീവാത്മാവിനെ ഛേദിക്കാൻ മുറിക്കാൻ സാധിക്കാത്തതാണ് ജീവാത്മാവ് എന്നാണ് പറയുന്നത്. ഒരു ആയുധങ്ങൾ കൊണ്ടും ഒരു ജീവാത്മാവിനെ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അതെ, ശരീരമാണ് മുറിഞ്ഞു പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു വിരലിൽ മുറിവുണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയാ? എന്റെ വിരൽ മുറിഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലെ? ഞാൻ മുറിഞ്ഞു എന്ന് പറയില്ല, എന്റെ വിരൽ മുറിഞ്ഞു. അതാണ് ശരി, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് മുറിയുന്നത്. നമ്മൾ മുറിയുന്നില്ല, ഞാൻ മുറിഞ്ഞു എന്ന് ആരും ഒരിക്കലും പറയില്ല. കാരണം എന്താണ്? നമ്മൾ മുറിയുന്നില്ല, ജീവാത്മാവ് ഒരിക്കലും മുറിയുന്നില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇവിടെ അദ്വൈതവാദത്തിനും പ്രസക്തിയില്ല എന്ന് പറയും. അദ്വൈതവാദത്തിൽ എന്താണ് അവർ പറയുന്നത്? ഈ ജീവാത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവിൽ പോയി ലയിച്ചു പോകും, അല്ലെ? ഘടാകാശം മഹാകാശം എന്ന് പറഞ്ഞിട്ട് അവര് എക്സ്പ്ലെയിൻ ചെയ്യാറ്, വിശദീകരിക്കുന്നു. എന്താണ്? ഒരു കുടത്തിലുള്ള ആകാശവും അതേപോലെ പുറത്തുള്ള ആകാശവും ഒന്ന് തന്നെയാണ്, യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ആ കുടം വന്നതുകൊണ്ട് ഒരു ചെറിയ ഭാഗം ആകാശം കുടത്തിനുള്ളിൽ മുറിഞ്ഞു കിടക്കുന്നു, പുറത്തുള്ള ആകാശവുമായിട്ട് ബന്ധമില്ലാതെ മുറിഞ്ഞു കിടക്കുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ ജീവാത്മാവ് മുറിയുന്നതല്ല, പരമാത്മാവിൽ നിന്ന് മുറിഞ്ഞു വന്നിട്ടുള്ളതല്ല ജീവാത്മാവ്. ശരീരമുള്ളത് കൊണ്ട് പരമാത്മാവിൽ നിന്ന് ജീവാത്മാവ് മുറിഞ്ഞു വന്നു. ശരീരമില്ലാതാകുന്ന സമയത്ത് വീണ്ടും പരമാത്മാവിൽ തന്നെ ലയിച്ചു ചേരും എന്നാണ് അവർ പറയുന്നത്. മായാവാദം അല്ലെങ്കിൽ അദ്വൈതവാദം. അപ്പോൾ അത് ശരിയാവില്ല. കാരണം എന്താണ്? ഭഗവാൻ പറയുന്നത്, അച്ഛേദ്യോയം, ജീവാത്മാവിൽ ഒരിക്കലും മുറിയുന്നില്ല. പരമാത്മാവിൽ നിന്ന് മുറിഞ്ഞു വന്ന ഒരു കഷ്ണമല്ല ജീവാത്മാവ്. അതൊരിക്കലും വീണ്ടും അതുമായിട്ട് പോയി ചേരുന്നുമില്ല. സനാതനമായിട്ട് ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ്, പരമാത്മാവിന്റെ അംശമായിട്ടുള്ളതാണ് ജീവാത്മാവ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത് മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു വന്നിട്ടുള്ള ഒരു വസ്തുവല്ല. അതേപോലെ വീണ്ടും പോയിട്ട് അവിടെ പോയിട്ട് ലയിച്ച് ഇല്ലാതാകുകയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ശീലപ്രഭാതർ പറയുന്നത് അദ്വൈതവാദത്തിന് ഇവിടെ പ്രസക്തിയില്ല.
വീണ്ടും പോയി ലയിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ ഉപദേശം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ജീവാത്മാവ് എവിടെ പോയി ലയിക്കുന്നില്ല. നത്വേവാഹം ജാതുനാസം നത്വം മേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. അല്ലെ, എല്ലാ കാലത്തും നമ്മളായിട്ട് തന്നെ നിൽക്കും. നീയും ഞാനും കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എല്ലാ കാലത്തും നമ്മളായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെയും പോയി അലിഞ്ഞ് ഇല്ലാതാകുന്നില്ല. ന ഭവിഷ്യാമ, ഇല്ലാതാകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ. ഇല്ലാതാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, നമ്മൾ മുറിഞ്ഞു പോകുന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പരമാത്മാവിൽ നിന്നും മുറിഞ്ഞു വന്ന ഒരു കഷ്ണമല്ല നമ്മൾ. എല്ലാ കാലത്തും സനാതനമായിട്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനമായിട്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമായിട്ട് വേറിട്ട് നിൽക്കുന്ന അംശമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ജീവാത്മാവ് അച്ഛേദ്യനാണ്, അച്ഛേദിക്കാൻ സാധിക്കാത്തതാണ്. അദാഹ്യോയം, ദഹിപ്പിക്കാൻ സാധിക്കാത്തവനാണ്. അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അക്ലേദ്യോ ശോഷയേവച്ച, ജലത്തിൽ വീണാലും ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അശോഷ്യം, കാറ്റുകൊണ്ട് അത് ശോഷിച്ചു പോകുന്നില്ല, ഉണങ്ങിപ്പോകുന്നില്ല, അത് ഡ്രൈ ആയി പോകുന്നില്ല എന്നാണ് പറയുന്നത്. നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന, ഇത് നിത്യനാണ്, ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ജീവാത്മാവ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ജീവാത്മാവ് നിത്യനാണ്. അതിനൊന്നും സംഭവിക്കുന്നില്ല. ഭൗതിക വസ്തുക്കളെ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത്? നിത്യ സർവഗത ശിലഭഗവത് വിശദീകരിക്കുന്നുണ്ട്. സർവഗത എന്താണ് എന്നുള്ളത്. സർവഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവ് എവിടെ വേണമെങ്കിലും ജീവിക്കും. എവിടെയും ജീവാത്മാവിന് പ്രവേശമുണ്ട്. ഏതവസ്ഥയിലും ജീവാത്മാവിനെ കാണാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ജീവനെ കാണുകയുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. അല്ലെ, കോടാനുകോടി ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ആ കോടാനുകോടി ഗ്രഹങ്ങളൊക്കെ വെറുതെ വേസ്റ്റായിട്ട് സൃഷ്ടിച്ചതാണ്. ഈ ഒരൊറ്റ ഗ്രഹത്തിൽ മാത്രമേ ജീവനുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെ, അത് ഒരു പൊട്ടക്കിണറ്റിലേക്ക് തവളയുടെ സിദ്ധാന്തമാണ്. പൊട്ടക്കിണറ്റിലെ തവള പറയും, എന്റെ കിണറ്റിൽ മാത്രമേ ആ ജീവികളുള്ളൂ, അല്ലെ വേറെ കിണറ്റിലൊന്നും ജീവികളില്ല എന്നാണ് ആ തവള പറയുന്നത്. കൂപ പണ്ടൂർ, പുറത്ത് ഒരു സമുദ്രത്തിൽ പോയിട്ടുള്ള തവള ഈ തവളേനോട് പറയാണ്, കിണറ്റിലുള്ള തവളേനോട് പറയാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലും ജീവനുണ്ട്. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രം, അവിടെ എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുന്നത്? അവിടെ ഇതുപോലെ വെള്ളമുണ്ടോ? അവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലേ, വേറെ എവിടെയും ജീവനില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ, വേറെ എവിടെയും ജീവൻ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് വേറെ എവിടെയും ജീവനില്ല എന്നാണ് നമ്മൾ ഇന്ന് മോഡേൺ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെ, വേറെ ഒരു ഗ്രഹത്തിൽ നമ്മൾ പോയി നോക്കിയിട്ടില്ല, അവിടെ ജീവനുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. എവിടെയും ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഭഗവാൻ പറയും എല്ലായിടത്തും ജീവനുണ്ട്, സർവഗത എന്നാണ് ജീവന്റെ സ്വഭാവം ഭഗവാൻ പറയുന്നത്. അത് നമ്മൾക്ക് ഭൂമിയെ നോക്കിയാൽ തന്നെ മനസ്സിലാകാം. ഭൂമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട്. വളരെ ചൂട് കൂടിയ സ്ഥലം മരുഭൂമിയിൽ, അവിടെ ജീവനുണ്ട്. തണുത്തുറഞ്ഞ സ്ഥലങ്ങൾ, ധ്രുവ പ്രദേശങ്ങൾ, ആർട്ടിക്ക അന്റാർട്ടിക്ക പ്രദേശങ്ങൾ, അവിടെ ജീവനുണ്ട്. വ്യത്യസ്ത തരം ജീവനുണ്ട്. ശരീരം വ്യത്യസ്തമായിരിക്കും. അവിടെ ജീവിക്കാൻ തരത്തിലുള്ള ശരീരത്തിൽ അവിടെ ജീവനുണ്ടാവും. മരുഭൂമിയിലുള്ള അതേപോലെ ശരീരം അന്റാർട്ടിക്കയിൽ ഉണ്ടാവില്ല. അവിടെ വേറെ തരം ശരീരമാണ്, പക്ഷെ അവിടെയും ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ ജീവനുണ്ട്, പക്ഷെ വേറെ തരം ശരീരമായി. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട്, അല്ലെ, വായുവിലും ജീവനുണ്ട്. ഇനി ചില ജീവികൾക്ക് വായുവില്ലാതെ പോലും ജീവിക്കാൻ സാധിക്കും. ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ജീവനുണ്ട്, ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് ജീവനുണ്ട്. വെള്ളമുള്ള സ്ഥലത്ത് ജീവനുണ്ട്, വെള്ളമില്ലാത്ത സ്ഥലത്ത് ജീവനുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവന് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ ശരീരം വ്യത്യസ്തമായി. എവിടെ എന്ത് സാഹചര്യമാണോ ഉള്ളത്
അതിനനുസരിച്ചുള്ള ശരീരം സ്വീകരിച്ചുകൊണ്ട് ജീവാത്മാക്കൾ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളിൽ, വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജീവൻ നിലനിർത്താൻ ഇന്ന പ്രത്യേക സാഹചര്യം മാത്രമാണ് വേണ്ടത് എന്ന് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും, നിർവചിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും മറ്റു ഗ്രഹങ്ങളിൽ ജീവനില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? മറ്റു ഗ്രഹങ്ങളിലും എല്ലാ സ്ഥലത്തും ജീവനുണ്ട്. ഭഗവാന്റെ സൃഷ്ടിയിലുടനീളം ജീവനുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. നിത്യ സർവഗത. മറ്റു ഗ്രഹങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ അല്ല, അല്ലേ? നമ്മൾ കിണറ്റിലെ തവളയെ പോലെ പറയുന്നു, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് മാത്രമേ ജീവനുള്ളൂ, വേറെ എവിടെയും ജീവനില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ സൃഷ്ടിയിൽ എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. കാരണം ജീവൻ ഏത് ഭൗതിക സാഹചര്യത്തിലും ജീവിക്കാൻ സാധിക്കും, അല്ലെ? അതിനുള്ള ശരീരം അത് സ്വീകരിക്കും. വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ജീവികളാണെങ്കിൽ വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പറ്റുന്ന ശരീരം സ്വീകരിക്കും. മരുഭൂമിയിൽ ജീവിക്കേണ്ട ജീവികളാണെങ്കിൽ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരം അത് സ്വീകരിക്കും. മഞ്ഞിൽ ജീവിക്കണമെങ്കിൽ മഞ്ഞിൽ ജീവിക്കാൻ ആവശ്യമുള്ള ശരീരം അത് സ്വീകരിക്കും. അങ്ങനെയാണ്. വായുവിൽ ജീവിക്കാനാണെങ്കിൽ വായുവിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരം അത് സ്വീകരിക്കും. മണ്ണിനടിയിൽ ജീവിക്കണമെങ്കിൽ മണ്ണിനടിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരം ജീവൻ സ്വീകരിക്കും. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ എല്ലായിടത്തും, പ്രപഞ്ചത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ജീവന് നിലനിൽക്കാം വ്യത്യസ്ത ശരീരങ്ങളിലൂടെ എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശീലപ്രഭാതർ അത് വിശദീകരിക്കുന്നു. സർവഗത, അത് ജീവാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. സർവഗത, പ്രപഞ്ചത്തിലുടനീളം എല്ലാ സൃഷ്ടിയിലും ജീവനുണ്ട്, ജീവന് നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. സർവഗത സ്ഥാണു, അതിന് സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ആ ജീവാത്മാവിന്റെ സ്വഭാവം ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമല്ല. അതുകൊണ്ടാണ് സ്ഥാണു എന്ന് പറഞ്ഞത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്താണ്? സച്ചിദാനന്ദമാണ് ജീവാത്മാവിന്റെ സ്വഭാവം. എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, ജ്ഞാനമുള്ളതാണ്, ആനന്ദപൂർണമാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ. അതിന്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് അത് സ്ഥാണുവാണ്. അചലോയം, അതിന് എല്ലാ സാഹചര്യത്തിലും, ഒരു സാഹചര്യത്തിലാണെങ്കിലും മാറ്റം വരുന്നില്ല, മാറ്റം വരാത്തതാണ് ജീവാത്മാവ്. അചലോയം സനാതന, എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ജീവാത്മാവ്. ഇതാണ് ജീവാത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങൾ ഭഗവാൻ എടുത്തു പറയുന്നത്. ഈ ശ്ലോകത്തിൽ എന്തൊക്കെ പറഞ്ഞു? അച്ഛേദ്യോയം, അതിനെ ഛേദിക്കാൻ സാധിക്കുകയില്ല. അദാഹ്യോയം, അതിനെ അഗ്നിയിൽ കത്തിക്കാൻ സാധിക്കുകയില്ല. അക്ലേദ്യോ ശോഷേവച, അതിനെ ജലത്തിലിട്ട് കുതിർത്ത് കളയാൻ സാധിക്കുകയില്ല. അശോഷ, അതിനെ വായുവിനെ കൊണ്ട് ശോഷിപ്പിക്കാൻ സാധിക്കുകയില്ല, ഉണക്കാൻ സാധിക്കുകയില്ല. നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന, അത് നിത്യനാണ്, സർവഗതനാണ്. ഈ സൃഷ്ടിയിലുടനീളമുണ്ട്. സൃഷ്ടിയിലുടനീളം ജീവാത്മാക്കളെ, ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. 84 ലക്ഷം തരത്തിലുള്ള ശരീരങ്ങൾ ഈ പ്രപഞ്ചത്തിലുടനീളമുണ്ട് എന്ന് പത്മപുരാണത്തിൽ പറയുന്നു. ജലത്തിൽ ജീവിക്കുന്നതാണ്. ജലജ നവലക്ഷാനി, ജലത്തിൽ ജീവിക്കുന്ന 9 ലക്ഷം തരം ശരീരങ്ങൾ. താവര ലക്ഷവിംശതി, വൃക്ഷങ്ങളെ പോലെ അനങ്ങാതെയുള്ള 20ഓളം ജീവജാലം, 20 ലക്ഷം തരം ശരീരങ്ങൾ. പിന്നെന്താണ്? ക്രമയോ രുദ്രസംഖ്യാഖ്യ, 11 ലക്ഷം കൃമികീടങ്ങൾ രുദ്രസംഖ്യാഖ്യ 11 ലക്ഷം. പക്ഷീണാം ദശലക്ഷണ, പറന്നു നടക്കുന്ന ജീവജാലങ്ങൾ അത് 10 ലക്ഷം. അതേപോലെ മൃഗങ്ങൾ, നാൽക്കാലികൾ, പിന്നീട് 4 ലക്ഷം തരം മനുഷ്യന്മാർ, മനുഷ്യരൂപത്തിലുള്ള 4 ലക്ഷം ജീവജാലങ്ങൾ.
മനുഷ്യരൂപത്തിലാണ് ദേവന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, ഇവരൊക്കെ യക്ഷന്മാര്, ഇവരൊക്കെ മനുഷ്യരൂപത്തിലുള്ള, അത് വേറെ ലോകത്തിലുള്ള ജീവജാലങ്ങളാണ്. ഇതെല്ലാം അടക്കമാണ് 84 ലക്ഷം ജീവജാലങ്ങളെ പത്മപുരാണത്തിൽ പറയുന്നത്. ഭൂമിയിലുള്ളത് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനും പറയുന്നത് പ്രപഞ്ചത്തിലുടനീളം ജീവജാലങ്ങളുണ്ട്, സർവഗത, എല്ലായിടത്തും ജീവജാലം. സ്ഥാനം അത് സ്ഥിരമായിട്ടുള്ള സ്വഭാവമുള്ളതാണ്. അച്ചലോയം എത്ര കാലം കഴിഞ്ഞാലും മാറ്റം വരാത്തതാണ്. അച്ചലോയം സനാതനം, അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും ക്യാരക്ടേഴ്സ്, ഇത്രയും സ്വഭാവങ്ങൾ, സവിശേഷതകൾ ജീവാത്മാവിനെ കുറിച്ച് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഇപ്പൊ പ്രഭുജി പറഞ്ഞില്ലേ 4 ലക്ഷം ജനങ്ങളെന്ന്, അത്രേ ഉള്ളൂ ഈ ലോകത്ത് ജനങ്ങള്? 4 ലക്ഷം ജനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 4 ലക്ഷം സ്പീഷീസ് എന്നാണ് പറഞ്ഞത്. 4 ലക്ഷം തരത്തിൽപ്പെട്ട മനുഷ്യന്മാർ അല്ലെ, 4 ലക്ഷം തരം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് മോഡേൺ സയൻസില് ആളുകളെ ഡിവൈഡ് ചെയ്യും മനുഷ്യന്മാരെ. എങ്ങനെ? നീഗ്രോയിഡുകൾ, നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ആളുകള്, ചൈനീസ് ആളുകള്, അതേപോലെ ഏഷ്യയിലുള്ള ആളുകള്, അവർ അതിന് പ്രത്യേകം പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ 4-5 തരത്തിലുള്ള മനുഷ്യന്മാര് ലോകത്തിലുണ്ട് എന്നാണ് അവര് പറയുന്നത്. അപ്പോൾ അത് 5 മനുഷ്യന്മാരുണ്ട് എന്നല്ല പറഞ്ഞത്, 5 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ പത്മപുരാണം എന്താണ് പറയുന്നത്? 5 തരത്തിലുള്ള മനുഷ്യന്മാരല്ല, 4 ലക്ഷം തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. 4 ലക്ഷം മനുഷ്യന്മാരുണ്ട് എന്നല്ല പറഞ്ഞത്, 4 ലക്ഷം 4 തരത്തിലുള്ള. 4 ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, ഇപ്പൊ മനസ്സിലായി. ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ മനുഷ്യനേക്കാളിലും ആത്മീയ പുരോഗതി നേടിയ ജീവജാലങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ശരിക്കും? ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകുന്നതോറും അവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. കാരണം സാത്വിക ഗുണം കൂടുമ്പോഴാണ് ഉയർന്ന ഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അല്ലെ. ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഊർദ്ധം ഗച്ഛന്തി സത്വസ്ഥ. സത്വഗുണം കൂടുന്നതിനനുസരിച്ച് ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകും. ഉയർന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഗന്ധർവ ലോകം, കിന്നര ലോകം, യക്ഷന്മാരുടെ ലോകം, ദേവന്മാരുടെ ലോകം, സൂര്യലോകം, പിന്നെ സിദ്ധന്മാരുടെ ലോകം, വിദ്യാധരന്മാരുടെ ലോകം, അവസാനം ബ്രഹ്മലോകം. ഇതിലെല്ലാം ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഇപ്പൊ ഗന്ധർവന്മാര്, കിന്നരന്മാര്, യക്ഷന്മാര്, വിദ്യാധരന്മാർ, സിദ്ധന്മാർ, ഇവരൊക്കെ ഉയർന്ന തരത്തിലുള്ള, ഉയർന്ന ലോകത്തിലുള്ള മനുഷ്യനെ പോലെയുള്ള ജീവജാലങ്ങളാണ്. അവർക്ക് കൂടുതൽ ജ്ഞാനമുണ്ട്, കാരണം കൂടുതൽ സാത്വിക ഗുണം അവർക്കുണ്ടാകും. അവർക്ക് കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ പ്രഭുജി. ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ കപിലമുനി ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങളാണ് ഉള്ളത് എന്ന് എടുത്തെടുത്ത് ഓരോന്ന് പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയോ പ്രഭുജി? യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ. ഞാനെല്ലാം പറയുന്നില്ല, എനിക്ക് ഓർമ്മ വന്നത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ മനുഷ്യനേക്കാൾ ഉയർന്ന ലോകങ്ങളിലാണ് യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ. കിന്നരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കാൻ കഴിയുന്ന ആളുകളാണ്. മാത്രമല്ല അവർക്ക് നല്ല രീതിയിൽ കീർത്തനം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗരുഡൻ ഒക്കെ കിന്നരനാണ്. വിദ്യാധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അവർക്ക് വിദ്യ ധരിച്ചു വെക്കാൻ സാധിക്കും അല്ല. വേദങ്ങളൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. വിദ്യാധരന്മാർ, അവര് ഭഗവാനെ സ്തുതിക്കാൻ അവർക്ക് സാധിക്കും. ഗന്ധർവന്മാരും ഗാനങ്ങളിലും നൃത്തത്തിലും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടാനും അതേപോലെ ഭഗവാനെ കീർത്തിക്കാൻ കഴിയുന്ന ആളുകളാണ് ഗന്ധർവന്മാർ.
അതേപോലെ സിദ്ധന്മാർ ഉയർന്ന സിദ്ധലോകം എന്ന് പറഞ്ഞ ഉയർന്ന ലോകമുണ്ട്, സിദ്ധലോകം. അതേപോലെ യക്ഷന്മാരൊക്കെ ഭൂവർലോകത്തിലാണ്. നമ്മുടെ ഭൂമിയുടെ തൊട്ട് മുകളിലാണ് ഭൂവർലോകത്തിലാണ് യക്ഷന്മാർ കാണുന്നത്. യക്ഷന്മാര് മഹാദേവന്റെ അനുയായികളാണ്. മഹാദേവന്റെ അനുയായികളായിട്ടുള്ള കുബേരൻ, മണിഗ്രീവൻ, നളകുബേരൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കുബേരനൊക്കെ യക്ഷന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സിദ്ധന്മാരുടെ വിഭാഗത്തിലാണ് നാരദ മഹർഷി. സിദ്ധലോകത്തിൽ നിന്നാണ് നാരദ മഹർഷി വരുന്നത്. ദേവന്മാർ, സ്വർഗീയ ലോകത്തിലുള്ള ദേവന്മാർ, ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, സോമൻ, ഇങ്ങനെയുള്ള അഗ്നി, ഇങ്ങനെയുള്ള ദേവന്മാർ, ഇതൊക്കെ ഉയർന്ന ലോകത്തിലുള്ള വ്യക്തികളാണ്. അത് ഏറ്റവും ഉയർന്ന വ്യക്തിയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ താഴെയാണ് ബാക്കിയെല്ലാ ഗ്രഹങ്ങളും വരുന്നത്. ഇത് ഒരുപാട് വലിയ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഓർമ്മ വന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ ചോദിച്ചത് ആ ലക്ഷങ്ങളുടെ കണക്കൊന്നും കൂടെ ഒന്ന് പറയാവോ? 4 ലക്ഷം മനുഷ്യരൂപങ്ങൾ, 10 ലക്ഷം പറവകൾ, 11 ലക്ഷം കൃമികീടങ്ങൾ, അത്ര കിട്ടിയുള്ളൂ. യെസ്, അത് ഒരു ശ്ലോകമുണ്ട്. എന്താണ്? ജലജ നവലക്ഷാണി എന്ന് പറഞ്ഞൊരു ശ്ലോകം പത്മപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജലജ നവലക്ഷാണി സ്ഥാവരാലക്ഷവിംശതി കൃമയോ രുദ്രസംഖ്യാക്യ പക്ഷീണാം ദശലക്ഷണം 30 ലക്ഷാണി പശവ ചതുർലക്ഷാണി മാനുഷ. ഇതാണ് അവിടെ പറയുന്ന കണക്ക്. പത്മപുരാണത്തിൽ പറയുന്നതാണ്. ജലജ നവലക്ഷാണി, ജലജീവികള് 9 ലക്ഷം സ്പീഷീസ് ആണ്. 9 ലക്ഷമല്ല, 9 ലക്ഷം തരമാണ്. 9 ലക്ഷം സ്പീഷീസ് ആണ്. അത് ഭൂമിയിൽ ഉള്ളത് മാത്രമല്ല, മറ്റു ലോകത്തിലുള്ള എല്ലാ കണക്കും കൂടി വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജലജ നവലക്ഷാണി സ്ഥാവരാലക്ഷവിംശതി. സ്ഥാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷലതാദികളാണ് പ്ലാന്റ് സ്പീഷീസ് ആണ് ലക്ഷവിംശതി എന്ന് പറയുന്നത്. 20 ലക്ഷം പ്ലാന്റ് സ്പീഷീസ്. കൃമയോ രുദ്രസംഖ്യാഖ്യം, കൃമികീടങ്ങൾ, ഇൻസെക്ട് ആൻഡ് റെപ്റ്റൈൽസ്, ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ, അതേപോലെ കീടങ്ങൾ, ചെറിയ കീടങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് രുദ്രസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 രുദ്രന്മാർ, 11 ലക്ഷം ആണ് കൃമികീടങ്ങൾ. പക്ഷീണാം ദശലക്ഷണം, പക്ഷി എന്ന് പറയുന്നത് എല്ലാ പറന്നു നടക്കുന്ന ജീവികളൊക്കെ ചേർത്തിട്ടാണ് പക്ഷീണാം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷീണാം ദശലക്ഷാനാം, 10 ലക്ഷം തരത്തിലുള്ള പറവുകളാണുള്ളത്. ത്രിംസം ലക്ഷാനി പശവ, 30 ലക്ഷം മൃഗങ്ങൾ, നാൽക്കാലി മൃഗങ്ങൾ, അത് കുളമ്പുള്ളത് കുളമ്പില്ലാത്തത് എല്ലാം ചേർത്ത് 30 ലക്ഷം തരം, 30 ലക്ഷം സ്പീഷീസ്. അതേപോലെ ചതുർലക്ഷാണി മാനുഷ, മനുഷ്യന്മാരിൽ എത്ര തരത്തിലാണ്? 4 ലക്ഷം തരം മനുഷ്യന്മാരുണ്ട് ഭഗവാന്റെ സൃഷ്ടി. 4 ലക്ഷം തരം രണ്ട് കാലിൽ നടക്കുന്ന ജീവജാലങ്ങൾ, 4 ലക്ഷം സ്പീഷീസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പത്മപുരാണത്തിൽ പറയുന്ന കണക്കാണ്. ഇത് നമ്മളിപ്പോൾ മോഡേൺ സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓരോ ദിവസം അവർ അന്വേഷിച്ച് ഓരോരോ ജീവജാലങ്ങളെ കണ്ടെത്തും അല്ലെ? പുതിയ ഇനം തവളയെ കണ്ടെത്തി സഹ്യപർവ്വതത്തിൽ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരും. അതിനൊരു പേരിടും. അത് യഥാർത്ഥത്തിൽ പുതിയതാണോ? അല്ല, അത് എത്രയോ കാലമായിട്ട് സൃഷ്ടിയുടെ സമയം മുതലേ ഉള്ളതാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടില്ല, അത് നമ്മളെ മിസ്റ്റേക്കാണ് അല്ലെ? പുതിയ തരം തവളയല്ല, അത് പുരാതനമായിട്ടുള്ള പഴയ തവള തന്നെയാണ്. നമ്മൾക്കറിയില്ലായിരുന്നു എന്ന് മാത്രമാണ് അല്ലെ? പുതിയ തരം ചിത്രശലഭത്തിനെ കണ്ടെത്തി തലൻവാലി, പുതിയ തരം ചിത്രശലഭം, അതും പഴയതാണ്. ഇതെല്ലാം കണക്ക് കൃത്യമായിട്ട് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോന്നോരോന്ന് ഇപ്പൊ അങ്ങനെ എണ്ണിപ്പെറുക്കി അവിടെ ഇവിടെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രഭുജി, കൃമികീടങ്ങളെ കുറിച്ചുള്ള വരി എന്താ?
ക്രമയോ രുദ്രസംഖ്യാഖ്യം എന്നാണ് പറഞ്ഞത്. ക്രമയോ രുദ്രസംഖ്യ. രുദ്രസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ലക്ഷം. 11 ലക്ഷം. ഓക്കെ, അപ്പം അത് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഭഗവാൻ പറഞ്ഞു സർവഗത. സർവഗത, എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്, എല്ലാ ഗ്രഹങ്ങളിലും ജീവജാലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് നമ്മൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ജീവജാലങ്ങൾ ഇല്ലാതാകുന്നില്ല. നമ്മൾക്കറിയാത്തത് കൊണ്ട് അവിടെ ജീവജാലങ്ങൾ ഇല്ലാതാകുന്നില്ല. അങ്ങനെ നമ്മൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ തവളയെ പോലെ ഉപമണ്ഡൂകം, എന്റെ കിണറ്റിൽ മാത്രമേ മത്സ്യമുള്ളൂ, എന്റെ കിണറ്റിൽ മാത്രമേ തവളയുള്ളൂ, വേറെ കിണറ്റിലൊന്നും തവളയില്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോ. അപ്പം ഭഗവാൻ പറയുന്നത് സർവഗത, സൂര്യമണ്ഡലത്തിൽ പോലും ജീവജാലങ്ങളുണ്ട് എന്നാണ് ഇവിടെ ശ്രീലപ്രഭാതർ വിശദീകരിക്കുന്നത്. അവിടെ അഗ്നിയുടെ ശരീരമായി, അഗ്നിയിൽ നശിക്കാത്ത ശരീരമായിരിക്കും അവിടെ ഉണ്ടാവുക. വ്യത്യസ്തമായിട്ടുള്ള ശരീരം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അപ്പൊ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 25ാമത്തെ ശ്ലോകം. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതേ തസ്മാദേവം വിവിത്വൈനം ജ്ഞാനശോചിതുമർഹസി. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 25ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തുളസി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. മുൻപ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനിയിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിന്റെ സത്തയെക്കുറിച്ചാകട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെ അല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആർക്കുമാവില്ല. ആത്മാവ് ഉണ്ടെന്നുള്ള പ്രത്യക്ഷമായ വസ്തുത നാം അംഗീകരിച്ചേ മതിയാവൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ ഉണ്മ അറിയാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. വിശിഷ്ടമായ പ്രാമാണിക വാക്യങ്ങളെ ആധാരമാക്കി പൂർണ്ണമായും സ്വീകരിക്കേണ്ടവയായിട്ട് പല വിഷയങ്ങളും നമുക്കുണ്ട്. ആരും തന്റെ പിതൃത്വത്തെ നിഷേധിക്കാറില്ല. അമ്മയുടെ ആധികാരിക വചനങ്ങൾ ഉള്ളപ്പോൾ അതല്ലാതെ അച്ഛനാരാണെന്നറിയാൻ വേറെ യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ വേദങ്ങളുടെ പഠനത്തിലൂടെയല്ലാതെ ആത്മാവിനെ അറിയുന്നതിന് മറ്റു വഴിയൊന്നുമില്ല. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അവബോധവുമുള്ളതാകുന്നു എന്ന് വേദങ്ങൾ ആഘോഷിക്കുന്നു. അത് അംഗീകരിച്ചേ പറ്റൂ. ശരീരത്തിനെന്ന പോലെ പരിണാമഭേദങ്ങൾ ആത്മാവിന് ഉണ്ടാവുകയില്ല. ഒരിക്കലും മാറ്റമില്ലാത്തത് കൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രമായിരിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് അമേയനാണ്. ജീവാണുവാകട്ടെ അതിസൂക്ഷ്മവും. അതുകൊണ്ട് അതിസൂക്ഷ്മമായ ആ ജീവാണുവിന് പരിണാമങ്ങളില്ലായകയാൽ ഒരിക്കലും അപരിമേയനായ പരമപുരുഷനോട് അഥവാ ശ്രീ ഭഗവാനോട് തുല്യനാകാൻ വയ്യ. ആത്മാവിന്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം വേദങ്ങളിൽ പല വിധത്തിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയമാണെങ്കിലും പഴികൂടാതെ പഠിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു തുളസി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കൂടുതൽ വിശേഷങ്ങൾ ജീവാത്മാവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജീവാത്മാവിന്റെ മറ്റു പ്രത്യേകതകൾ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നു. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതു അർഹസി എന്നാണ് ഭഗവാൻ പറയുന്നത്. അവ്യക്തമാണ് എന്നാണ് ജീവാത്മാവിന്റെ മറ്റൊരു സ്വഭാവമാണ്. അത് അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യനാണ്. ജീവാത്മാവിനെ നമ്മൾക്ക് ഈ ഭൗതികമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അല്ലെ, ആരെങ്കിലും ഞാൻ ജീവാത്മാവിനെ കണ്ടു, ഞാൻ ഒരു ആത്മാവിനെ കണ്ടു, ഞാൻ രാത്രി നടന്നു പോകുന്ന സമയത്ത് ഒരു ആത്മാവുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ തട്ടിപ്പാണ്. അല്ലെ, അതിൽ യാതൊരു സത്യവുമില്ല. ചില ആൾക്കാർ പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറയും.
പ്രേതം സാരി ഉടുത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും. വണ്ടി തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൊണ്ട് ഒരു ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അയാൾ വെറുതെ പറയുന്നതാണ്, അല്ലെ? അത് സത്യമല്ല. അവ്യക്തോയം, ജീവാത്മാവിനെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജീവാത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. അത് വിശദീകരിക്കുന്നുണ്ട് ശ്രീല പ്രഭാകര ഭാവാർത്ഥത്തിൽ. ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് നമ്മൾക്ക് ജീവാത്മാവിനെ കാണാൻ സാധിക്കും. കാരണം അത് അവ്യക്തമാണ്. ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടൊന്നും ജീവാത്മാവിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല, അല്ലെ? ജീവാത്മാവിന്റെ ഫോട്ടോ എടുത്തു, അല്ലെ? ആത്മാവിന്റെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രേതത്തിന്റെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ CCTV ക്യാമറയിൽ പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വെറുതെ പറയുന്നത്, അതൊക്കെ തട്ടിപ്പാണ്. അങ്ങനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവ്യക്തമാണ്. കാരണം ജീവാത്മാവ് വളരെ സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായിട്ടുള്ള ജീവാത്മാവിന്റെ സ്വഭാവം ആത്മീയമാണ്. ആത്മീയമായിട്ടുള്ള ആ വസ്തുവിനെ, ആ ജീവാത്മാവിനെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അത് അവ്യക്തമാണ് എന്ന് പറയുന്നത്. അവ്യക്തോയം അചിന്യോയം. ഇനി അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വേദങ്ങളിലൂടെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. വേദങ്ങളിലൂടെ, ഗുരുപരമ്പരയിലൂടെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മനസ്സിന്റെ ഊഹാപോഹങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും സാധിക്കുകയില്ല. വേദങ്ങളുടെ ആധികാരികമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് നമ്മൾ ആ ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ വേദങ്ങളെ അമ്മയോട് ഉപമിച്ച് ശ്രീലപ്രഭാകർ പറയും. വേദം നമ്മുടെ അമ്മയാണ്, അല്ലെ? അമ്മയെ വിശ്വസിച്ചാണ് ഒരു വ്യക്തി അച്ഛനെ മനസ്സിലാക്കുന്നതും കുടുംബാംഗങ്ങളെ ഒക്കെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാകുന്നത്, ആ കുടുംബ ബോധം ഉണ്ടാകുന്നത് തന്നെ അമ്മയുടെ വാക്കുതിനനുസരിച്ചിട്ടാണ്, അല്ലെ? അമ്മ പറയുന്നത് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറയും. അങ്ങനെയാണ് അച്ഛനെ കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇന്നത്തെ കാലത്ത് DNA ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. DNA ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മയെ നമ്മൾക്ക് വിശ്വാസമില്ലെങ്കിൽ, അമ്മയുടെ വാക്കിനെ നമ്മൾക്ക് വിശ്വാസമില്ലെങ്കിൽ, ഈ ലോകത്തിലുള്ള ഏത് പുരുഷനും അച്ഛനാകാൻ സാധ്യതയുണ്ട്, അല്ലെ? അമ്മയുടെ വാക്കിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏത് പുരുഷനും അച്ഛനാകാൻ സാധ്യത. അപ്പൊ എന്ത് ചെയ്യണം? ലോകത്തിലെ എല്ലാ പുരുഷന്മാരെയും DNA ടെസ്റ്റ് ചെയ്യണം. അപ്പോഴേ ഏതാണ് ശരിയായിട്ടുള്ള അച്ഛൻ എന്ന് മനസ്സിലാക്കും. അത് പോസിബിൾ അല്ല, അത് ജീവിതകാലം കൊണ്ട് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പവും ആധികാരികമായിട്ടുള്ള മാർഗം എന്താണ്? അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ പറഞ്ഞു തരും അച്ഛനാണ്. അപ്പോൾ അതേപോലെ വേദങ്ങളെ ആധികാരികമായി എടുത്തുകൊണ്ടാണ് ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദങ്ങൾ നമ്മുടെ അമ്മയെ പോലെയാണ്. വേദങ്ങൾ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾക്ക് യഥാർത്ഥ അറിവ് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വേദങ്ങൾ രചിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള സത്യമായിട്ടുള്ള വാക്കുകളാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ജീവാത്മാവിനെ അചിന്യോയം എന്ന് പറയുന്നത്. ഊഹാപോഹങ്ങൾ കൊണ്ടോ നമ്മുടെ ഉപകരണങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ കൊണ്ടോ ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവികാര്യോയം ഉച്ചതയെന്ന്. അവികാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരാത്തതാണ് ജീവാത്മാവ്. ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ജീവാത്മാവ് സ്വീകരിക്കും. കോടാനുകോടി ജന്മങ്ങൾ വ്യത്യസ്ത ശരീരത്തിൽ ജീവാത്മാവ് സ്വീകരിച്ചാലും ആ ജീവാത്മാവിന്റെ സ്വരൂപത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് ജീവാത്മാവിനെ അവികാര്യോയം, ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് ജീവാത്മാവിനെ അവികാര്യോയം എന്നിവിടെ ഭഗവാൻ പറഞ്ഞു. അവികാര്യോയം ഉച്ചത്. അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവാത്മാവിന് ഒരു സാഹചര്യത്തിലും എത്ര ജന്മം എടുത്തു കഴിഞ്ഞാലും ഏതൊക്കെ ശരീരത്തിൽ ഇരുന്നു കഴിഞ്ഞാലും ഒരു മാറ്റവും വരുന്നില്ല
എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവിനെ കുറിച്ച് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. തസ്മാ ഏവം വിദിത്വൈനം, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇത് സത്യമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജീവനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാനും ശോചിതും അർഹസി. കാരണം എന്താണ്? ഇതിനാര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു വസ്തുവിനെ കൊണ്ടും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് ജീവാത്മാവ് എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒരു സാഹചര്യത്തിൽ അത് നശിച്ചു പോകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ. പക്ഷെ ഇത് ബോധ്യപ്പെടുന്നത് അത്ര ഈസി അല്ല. കാരണം എത്രയോ ജന്മമായിട്ട് ജീവാത്മാവ് ഭൗതിക ബോധത്തിലാണ്. ഓരോ ശരീരം സ്വീകരിക്കുമ്പോഴും ജീവാത്മാവ് വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ശരീരമാണ് ഞാൻ. പൂച്ചയുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പൂച്ചയാണെന്ന് വിചാരിക്കും, അല്ലെ? പുലിയുടെ ശരീരത്തിലാകുമ്പോൾ പുലിയാണെന്ന് വിചാരിക്കും, അല്ലെ? പന്നിയുടെ ശരീരത്തിലാണെങ്കിൽ ഞാൻ പന്നിയാണെന്ന് വിചാരിക്കും. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ സ്ത്രീയാണെന്ന് വിചാരിക്കും, പുരുഷന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പുരുഷനാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ശരീരബോധത്തിലാണ് കാലാകാലമായിട്ട് ജീവാത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ബോധത്തിലേക്ക് വരുന്നതിന് കുറച്ച് സമയമെടുക്കും, അല്ലെ? കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് ജീവാത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വ്യത്യസ്ത രീതിയിൽ ഒരേ കാര്യമാണ്. ജീവാത്മാവ് നശിക്കുന്നില്ല, എത്ര ശരീരം മാറി കഴിഞ്ഞാലും നശിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ അത് വ്യത്യസ്ത ശ്ലോകങ്ങളിലൂടെ വ്യത്യസ്ത രീതിയിൽ അർജുനന് ഏത് കാര്യമാണ് പെട്ടെന്ന് ക്ലിക്കാവുന്നത്, എന്ത് പറഞ്ഞാലാണ് അർജുനന് മനസ്സിലാവുന്നത്, അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഇത് ബോധ്യപ്പെടുന്നത് അത്ര ഈസിയല്ല. ആത്മീയ കാര്യങ്ങള് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവിന് ബോധ്യപ്പെടുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ആവർത്തിച്ച് കേട്ട് ആവർത്തിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വീണ്ടും പല രീതിയിൽ അർജുന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നത്. അത് ശിലപ്രഭാതർ ആവർത്തത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏത് വിഷയമാണെങ്കിലും പിഴ കൂടാതെ പഠിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. അഭ്യാസേനത് കൗന്ദേയ, ഭഗവാൻ പറയും നമ്മളിത് അഭ്യസിക്കണം. ഈ ആത്മീയവിദ്യ ഒരൊറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നതല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ അത് സത്യമാണ് എന്നുള്ള ഒരു ബോധ്യം വരണം. ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധ്യം വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ദുഃഖം ഇല്ലാതാകുന്നത് എന്ന്. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖമുണ്ടാവുകയില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ അടുത്ത ശ്ലോകത്തിൽ ഈ കാര്യങ്ങളൊക്കെ ജീവാത്മാവിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഭഗവാൻ പറയുന്നത് ചുരുക്കി അവസാനിപ്പിച്ചു. ഇനി അതെല്ലാം ചേർത്ത് ഭഗവാൻ ഇതുവരെ പറഞ്ഞതൊക്കെ കൺക്ലൂഡ് ചെയ്ത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അവ്യക്തോയം അചിന്യോയം അവികാരോയം ഉച്ചതേ തസ്മാദേവം വിദിത്വനം ജ്ഞാനശോചിതം അർഹസി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞത് ജീവാത്മാവ് അദൃശ്യനാണ്, അതിനെ കാണാൻ സാധിക്കില്ല. അചിന്യോയം, മനസ്സിന്റെ ഊഹാപോഹങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവികാര്യോയം, ജീവാത്മാവ് എത്ര ജന്മം കഴിഞ്ഞാലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ജീവാത്മാവിന്റെ ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ജീവാത്മാവിനെ കുറിച്ച്, ജീവനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം, അതിനുശേഷം ശ്ലോകം വായിക്കാം.